Hi dear students, welcome all. Integrals exercise 7.3 question number 6 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു സൈൻ 2x ഇൻറ്റു സൈൻ 3x dx. ഓക്കെ, നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ പ്രോബ്ലംസുമായിട്ടൊക്കെ ഇതിന് റിസംബ്ലൻസ് ഉണ്ട്. ദിസ് ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, ഞാൻ ആദ്യം സൈൻ എ സൈൻ ബി, ഇതാണ് സൈൻ എ സൈൻ ബി എന്നുള്ള റിസൾട്ട്. ഇതാണ് എ, ഈ ഫസ്റ്റ് കാണുന്നതാണ് എ, ഇതാണ് ബി. ഓക്കെ, സൈൻ എ സൈൻ ബി എന്നുള്ള റിസൾട്ട് ഉപയോഗിക്കുന്നു. സൈൻ എ സൈൻ ബി ഈസ് ഹാഫ് കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. ഹാഫ് ഞാൻ പുറത്തെഴുതുന്നു, ഹാഫ് ഇൻറ്റു, ഇനി കോസ് എ മൈനസ് ബി ആണ് എഴുതേണ്ടത്. കോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2x മൈനസ് കോസ് എ പ്ലസ് ബി. കോസ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 2x. ഓക്കെ, അത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി പുറത്ത് ഒരു സൈൻ 3x ഉണ്ട്, അതും കൂടെ നമ്മൾ എഴുതണം, സൈൻ 3x dx. ഓക്കെ, ആദ്യത്തെ രണ്ട് ടേംസിൽ മാത്രമാണ് ഈ സൈൻ എ സൈൻ ബി യൂസ് ചെയ്തത്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ്, ഒന്നുകൂടി നമ്മൾ വൃത്തിയായിട്ട് എഴുതിയാൽ ദിസ് ഈസ് കോസ് നെഗറ്റീവ് എക്സ് എന്ന് വരിക. കോസ് നെഗറ്റീവ് എക്സ് ഈസ് നത്തിങ് ബട്ട് കോസ് എക്സ് മൈനസ് കോസ് 3x അല്ലേ, കോസ് 3x ഇൻറ്റു സൈൻ 3x dx, സൈൻ 3x dx. ഇനി വീണ്ടും നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുകയാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇൻ്റഗ്രൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഈ കോസ് എക്സ് ഇൻറ്റു സൈൻ 3x ആണ്. ഓക്കെ, അപ്പോൾ അതിൽ സൈൻ ആദ്യം നമ്മൾ എഴുതാണ്, കാരണം നമ്മുടെ അടുത്ത് സൈൻ എ കോസ് ബി എന്നുള്ള റിസൾട്ടിൽ അവൈലബിൾ ആണ്. കോസ് എ സൈൻ ബിയും സൈൻ എ കോസ് ബിയും ഒരുമിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ നമ്മൾ സൈൻ എ കോസ് ബി മാത്രമാണ് ഇതിൽ റെഫർ ചെയ്യുന്നത്. അപ്പം ആദ്യം സൈൻ വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് എഴുതുമ്പോൾ ഇങ്ങനെ വരും, സൈൻ 3x ഇൻറ്റു കോസ് എക്സ്. ആദ്യം ഈ ടേം എഴുതിയെന്നേ ഉള്ളൂ, രണ്ടും സെയിം ആണ്. കോസ് എക്സിൻ്റെ സൈൻ 3xന് പകരം നമ്മൾ സൈൻ 3x ഇൻറ്റു കോസ് എക്സ് നേരെ തിരിച്ചെഴുതി, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. മൈനസ് വീണ്ടും സൈൻ 3x തന്നെ ആദ്യം എഴുതുന്നു, സൈൻ 3x ഇൻറ്റു കോസ് 3x. ഓക്കെ, dx. വീണ്ടും നമ്മൾ ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ എ കോസ് ബി. സൈൻ എ കോസ് ബി എന്നുള്ള റിസൾട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ എ, സൈൻ എ, ഇതാണ് എ, ഇതാണ് ബി. ഓക്കെ, എ ബി. അപ്പോൾ സൈൻ എ കോസ് ബി. സൈൻ എ കോസ് ബിയുടെ റിസൾട്ട് ഹാഫ് ഓഫ് സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. നേരിട്ട് ആൻസർ എഴുതാണ് ഞാൻ, ഹാഫ് ഓഫ് എന്ന് എഴുതി. ഇനി എഴുതേണ്ടത് സൈൻ എ പ്ലസ് ബി ആണ്. സൈൻ എ പ്ലസ് ബി, എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 4x എന്നാണ് വരിക. 4x സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. സൈൻ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ 2x അല്ലേ, 3x മൈനസ് എക്സ് ഇസിക്കൽ 2x. അപ്പോൾ അത് കഴിഞ്ഞു, മൈനസ് വീണ്ടും സൈൻ എ കോസ് ബി നമുക്ക് ഉപയോഗിക്കാം. സൈൻ എ കോസ് ബി ഉപയോഗിക്കുമ്പോൾ ഹാഫ് ഓഫ് സൈൻ എ പ്ലസ് ബി. അപ്പം സൈൻ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ സൈൻ 6x പ്ലസ് സൈൻ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ 0 വരും അല്ലേ, സൈൻ ഓഫ് 0. ഇതാ എയും ബിയും സെയിം ആണല്ലോ, അപ്പോൾ സൈൻ ഓഫ് 0 എന്ന് വരും. dx എന്ന് ഇവിടെ പുറത്ത് എഴുതുന്നു, dx കോമൺ ആണ് കേട്ടോ. ഇവിടെ വീണ്ടും ഹാഫ് ഈ ടേമിലും ഉണ്ട്, ഹാഫ് ഈ ടേമിലും ഉണ്ട്. അപ്പോൾ ആ ഹാഫിന് നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ഈ 1/4 ആയിട്ട് മാറും. ഹാഫും ചേർന്നാൽ 1/4. ഇനി ഈ ഇൻ്റഗ്രേഷൻ്റെ ടേംസ് ഒന്നുകൂടി വൃത്തിക്ക് എഴുതിയാൽ സൈൻ 4x എന്ന് ആദ്യം എഴുതുന്നു, സൈൻ 4x പ്ലസ് വീണ്ടും സൈൻ 2x എന്ന് എഴുതുന്നു, സൈൻ 2x. പിന്നീട് മൈനസ് ആണ്, ഹാഫ് പുറത്തേക്ക് ചാടിയിട്ടുണ്ട്, മൈനസ് സൈൻ 6x. അങ്ങനെ 3 പദങ്ങളായിട്ട് ഈ ഇൻ്റഗ്രേഷനകത്തുള്ള ടേംസ് റെഡ്യൂസായി. ഇനി നമുക്ക് ഓരോ ടേം വൈസ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ടേം വൈസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം 1/4 നമ്മൾ പുറത്തെഴുതി, ഓരോന്നിൻ്റെയും ഇൻ്റഗ്രലാണ് ഇനി എഴുതാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, സൈനിൻ്റെ ഇൻ്റഗ്രൽ എല്ലാം സൈനാണ്, അതുകൊണ്ട് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് മൈനസ് കോസിലാണ് ഇതിൻ്റെ ആൻസർ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടാവും ആൻസർ നമുക്ക് നോക്കാം. മൈനസ് കോസ് 4x, പക്ഷേ ഡിവൈഡ് ബൈ 4 മറക്കരുത്. വീണ്ടും സൈനിൻ്റെ ആൻസർ മൈനസ് കോസ് ആയതുകൊണ്ട് മൈനസ് കോസ് 2x ഡിവൈഡ് ബൈ 2. വീണ്ടും മൈനസ് ആണ്, പക്ഷേ ഓൾറെഡി മൈനസ് ഉണ്ട്. അപ്പോൾ സൈനിൻ്റെ ആൻസർ വീണ്ടും മൈനസ് വന്നതുകൊണ്ട് പ്ലസ് കോസ് 6x ഡിവൈഡ് ബൈ 6 പ്ലസ് സി എന്നാണ് ഇതിൻ്റെ ആൻസർ. നമുക്ക് വേണമെങ്കിൽ ഈ 4നെ ഇങ്ങോട്ട് പിന്നെ ബ്രാക്കറ്റിനകത്തേക്ക് എടുത്തിട്ട് ഓപ്പൺ ആക്കാൻ പറ്റും.
അന്നേരം ആൻസർ മൈനസ് കോസ് 4x ഡിവൈഡ് ബൈ 16 മൈനസ് കോസ് 2x ഡിവൈഡ് ബൈ 8 കോസ് 2x ഡിവൈഡ് ബൈ 8 4 ഇൻറ്റു 4 16 4 ഇൻറ്റു 2 8 പ്ലസ് ലാസ്റ്റത്തത് കോസ് 6x ഡിവൈഡ് ബൈ 4 ഇൻറ്റു 6 24 അല്ലേ 24 പ്ലസ് സി ഈസ് ദി ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പോൾ റിസൾട്ടുകൾ ശ്രദ്ധിക്കുക. സൈൻ എ കോസ് ബി ആണ്, ഹാഫ് കോസ് എ മൈനസ് ബി. ഈ ഒരു റിസൾട്ടിൽ മാത്രം മൈനസ് ഉള്ള പദം ആദ്യം വരുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ്, ഇതൊരു സ്പെഷ്യൽ റിസൾട്ടാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി ഇങ്ങനത്തെ സിമിലർ റിസൾട്ട്സുകളൊക്കെ ഉണ്ട്. അതിൽ നേരെ ഉൾട്ട വരുന്ന ഒരു റിസൾട്ടാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ് ഇതെല്ലാം, അതുകൊണ്ടാണ് ഒരു പ്രോബ്ലം മാത്രം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മാത്രമേ കഴിയുന്നുള്ളൂ. വീണ്ടും ബാക്കിയുള്ള ചോദ്യങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.